പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ചാപ്റ്ററിലെ പേജ് 21-ലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പേജ് 21-ലെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ബുക്കിലെ തന്നെ 2 പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് പ്രൊപ്പോർഷണാലിറ്റി എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ നോക്കിയാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലൊരു ബോക്സിനകത്ത് എഴുതിയിട്ടുണ്ട്. In any arithmetic sequence, the change in terms is proportional to the change in position. ഏത് സമാന്തര ശ്രേണിയിലെയും പദങ്ങളിലെ മാറ്റം സ്ഥാനങ്ങളുടെ മാറ്റത്തിന് ആനുപാതികമാണ്. അതായത് സ്ഥാനം മാറുന്നതനുസരിച്ച് പദങ്ങളിലും മാറ്റം വരും. അതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആകണമെങ്കിൽ ഞാനിവിടെ ഒരു സീക്വൻസ് എഴുതാം. അതായത് 5, 15, 25, 35, 45 എക്സെട്ര. അപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ്, അതായത് നമ്മൾ 10 കൂട്ടിയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ പൊസിഷൻ ഞാനിപ്പോൾ ഇവിടെ 1, 2, 3, 4, 5 ഇങ്ങനെ എഴുതുവാണെങ്കിൽ ഇപ്പോൾ പൊസിഷൻ ഒരു ഇത് വെച്ച് കൂടുവാണെങ്കിൽ, അതായത് 1 നിന്ന് 2, 2 നിന്ന് 3 അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടേംസ്, അതായത് നമ്മുടെ ഇവിടുത്തെ പദങ്ങൾ എങ്ങനെയാണ് മാറുന്നത്? 10 വെച്ച് കൂടി 5ൻ്റെ കൂടെ 10 കൂട്ടുമ്പോഴാണ് 15 വരുന്നത്, 15ൻ്റെ കൂടെ 10 കൂട്ടുമ്പോഴാണ് 25 വരുന്നത് അല്ലേ? അപ്പം ഒരു സ്ഥാനമാണ് മാറുന്നതെങ്കിൽ, ഒന്നാണ് മാറുന്നതെങ്കിൽ പദങ്ങളുടെ മാറ്റം എന്ന് പറയുന്നത് 10 വെച്ച് കൂടുക. ഓക്കെ, ഇനി നമ്മുടെ 2 സ്ഥാനമായിട്ടാണ് മാറുന്നത്. അതായത് 1 നിന്ന് 3 1 നിന്ന് 3 പോകണമെങ്കിൽ നമുക്കറിയാം 2 വെച്ച് കൂട്ടിയാണ് പറ്റത്തുള്ളൂ അല്ലേ? 1 നിന്ന് 3 3 നിന്ന് 5 അങ്ങനെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ 5 നിന്ന് എങ്ങോട്ടാണ് വരുന്നത്? 25 25 നിന്ന് എങ്ങോട്ടാണ് വരുന്നത്? 45 അപ്പോൾ ഇവിടെ എത്രയാണ് കൂടുന്നത്? 20 വെച്ചാണ് കൂടുന്നത്. അതായത് നമ്മുടെ ഇവിടെ സ്ഥാനങ്ങൾ 2 വെച്ച് കൂടുമ്പം നമ്മുടെ പദങ്ങൾ എത്ര വെച്ചാണ് കൂടിയേക്കുന്നത്? 20 വെച്ച്. ഇപ്പോൾ സ്ഥാനങ്ങൾ 1 നിന്ന് നേരെ 4 3 വെച്ചാണ് കൂടുന്നതെങ്കിൽ നമ്മുടെ പദങ്ങൾ എങ്ങനെയായിരിക്കും? 5 നിന്ന് നേരെ 35 എത്രയാണ് കൂടുന്നത്? 30. അതായത് നമ്മളിവിടെ 1 വെച്ച് കൂടുമ്പം 10 വരും, 2 വെച്ച് കൂടുമ്പം എത്രയായിരിക്കും? 10 × 2, അതിൻ്റെ ഇരട്ടിയായിരിക്കും. ഇനി 3 വെച്ചാണ് കൂടുന്നതെങ്കിൽ 10 × 3. അപ്പോൾ ഈ 10 എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു നമ്പർ ഇൻറ്റു നമ്മുടെ ആ പൊസിഷൻ, അതാണ് ഇവിടെ നമ്മുടെ ടേം ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനം മാറുന്നതനുസരിച്ച് ആര് മാറുന്നുണ്ട്? പദങ്ങൾ മാറുന്നുണ്ട്. ഒരേ രീതിയിലാണ് മാറുകയും ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ 2 സ്ഥാനം വെച്ചാണെങ്കിൽ എല്ലായിടത്തും 20 വെച്ചാണ് മാറ്റം വരുന്നത്. ഇപ്പോൾ നമ്മൾ സ്ഥാനങ്ങൾ 3 വെച്ചാണ് മാറുന്നതെങ്കിൽ എല്ലായിടത്തും അതിൻ്റെ ടേംസും എത്ര വെച്ച് തന്നെയാണ് മാറുന്നത്? 30 വെച്ചാണ് കൂടി വരുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ പ്രോബ്ലംസ് ചെയ്യുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. The third term of an arithmetic sequence is 12 and the 7th term is 32. What is its 15th term and 5th term? ഒരു സമാന്തര ശ്രേണിയുടെ 3ാം പദം 12ഉം 7ാം പദം 32ഉമാണ്. ഇതിലെ 15ാം പദവും 5ാം പദവും എന്താണ്? അപ്പോൾ നമുക്കിവിടെ ചോദ്യത്തിൽ തന്നേക്കുന്ന ഏതൊക്കെയാണ്? നമുക്ക് തേർഡ് ടേം തന്നിട്ടുണ്ട് 12 ആണ്. അതുപോലെ തന്നെ 7th ടേം 32 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങളൊന്ന് ആദ്യം എടുത്തെഴുതാം. തേർഡ് ടേം ഈസ് ഈക്വൽ ടു 12, 7th ടേം ഈസ് ഈക്വൽ ടു 32. അപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. 3 നിന്ന് 7 പോകുമ്പം ഇവിടെ 12 നിന്ന് 32 കൂടുകയാണ് ചെയ്യുന്നത്. രണ്ടും ഇൻക്രീസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാനൊരു എളുപ്പത്തിന് വേണ്ടി ഈ രീതിയിലൊന്ന് വരയ്ക്കുക. പൊസിഷൻ ചേഞ്ച്, ടേം ചേഞ്ച്, അതായത് സ്ഥാനമാറ്റവും പദമാറ്റവും. അപ്പോൾ നമ്മളിവിടെ പൊസിഷൻ നോക്കാം. പൊസിഷൻ എന്തുമാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട്? അപ്പം 3 നിന്ന് 7 അപ്പോൾ നമ്മളിവിടെ 7 - 3 = 4. അപ്പോൾ ഇവിടെ ഇത് ഇൻക്രീസസ് ആണ്. ഞാനിപ്പോൾ ഷോർട്ടായിട്ട് I എന്ന് എഴുതിയിട്ടുള്ളൂ. ഇത് ഇൻക്രീസസ് ആണ്. അവിടെ പൊസിഷൻ ഇൻക്രീസ് ചെയ്യുവാണ്. ഇനി ആ സമയത്ത് നമ്മുടെ ടേം എന്തുമാത്രം മാറ്റം വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ 32, 12 നിന്ന് നേരെ 32 ആണ്. അപ്പോൾ നമ്മളിവിടെ 7th ടേമിൽ നിന്ന് തേർഡ് ടേം കുറയ്ക്കുക. അപ്പോൾ 32 - 12 ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? 20. അതും ഇൻക്രീസസ് ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് ഇനി നമ്മൾ ബാക്കിയുള്ള ബോക്സിന് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തന്നേക്കുന്ന ആദ്യം എഴുതി. ഇനി നമ്മൾ നോക്കാം, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ആദ്യത്തെ 15ാം പദം അല്ലേ? 15th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ 15 നമുക്കിവിടെ 15ൻ്റെ അടുത്ത് വരുന്ന 7 അല്ലേ? അപ്പോൾ 15 - 7 നോക്കുക. അപ്പം നമ്മളിപ്പോൾ എഴുതിയേക്കുന്ന അതിൻ്റെ സ്ഥാനമാണ് 15th പൊസിഷൻ. അപ്പോൾ ഇവിടെ 7th പൊസിഷൻ. അപ്പോൾ 15 - 7. അപ്പോൾ 15 - 7 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും?
8 വരും. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ആദ്യം ഫില്ല് ചെയ്തിട്ടില്ലേ, ഇത് ഉപയോഗിച്ചിട്ടാണ് ബാക്കിയൊക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പം ഇതാണ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ 4 ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ വന്നേക്കുന്നത് 8. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇവിടെ 8 4ൻ്റെ കൂടെ, അതായത് ഇതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ 4ൻ്റെ കൂടെ ഏതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 കിട്ടുമോ? അപ്പോൾ 4 × 2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത് 8, അതായത് 4ൻ്റെ ഇരട്ടിയാണ് 8. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണോ ചെയ്തത്, ഇവിടെ നമ്മൾ 4 × 2 ചെയ്തേക്കുന്നത് അല്ലേ, ഈ 4ൻ്റെ കൂടെ × 2 ചെയ്തേക്കുന്നത്. അത് തന്നെ ഇവിടെ നമുക്ക് 20 ആയിരുന്നു. ഇപ്പോൾ 20 × എന്ത് വരും 2 ചെയ്യുക. അപ്പോൾ 20 × 2 എത്രയാണ് 40. അപ്പം 8 കൂടുമ്പം അതിൻ്റെ പദമാറ്റം അല്ലെങ്കിൽ ടേം ചേഞ്ച് എന്ന് പറയുന്നത് എത്ര വെച്ച് കൂടും 40 വെച്ച് കൂടും. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചാണ് ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത് 15th ടേം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ 15th ടേം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ 15th ടേം നമ്മൾ -7th 15 - 7 അല്ലേ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് 15th ടേം എന്ന് പറയുന്നത് 7th ടേം പ്ലസ്, അതായത് 1 തുടങ്ങി നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ, അതായത് 3rd ടേം 12 ആയിരുന്നു, 7th ടേം 32 ആണ്. അപ്പം പ്ലസ് ചെയ്താണ് നമ്മൾ പോകേണ്ടത്. അതായത് 3rd നിന്ന് 7th പോകണമെങ്കിൽ മുന്നോട്ടാണ് പോകുന്നത്, മുന്നോട്ട് പോകണമെങ്കിൽ പ്ലസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 7th നിന്ന് 15th ടേമിലോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്ലസ് ചെയ്യണം. അപ്പോൾ 15th ടേം കണ്ടുപിടിക്കാൻ 7th ടേമിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം, ഈ താഴെ വന്നേക്കുന്ന ഈ ടേം ചേഞ്ച് കൂട്ടണം, അതായത് 40 കൂട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ 7th ടേം എത്രയാണ് 32 അല്ലേ. അപ്പോൾ 7th ടേം 32 ആണ്. അപ്പോൾ ഈ 32ൻ്റെ കൂടെ 40 കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 72. സോ നമ്മുടെ 15th ടേം എന്ന് പറയുന്നത് എത്രയാണ് 72. ഇനി നമുക്ക് 5th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്, 5ാം പദം കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കിയേ, ഇവിടെ 5ൻ്റെ അടുത്ത് വരുന്നേക്കുന്ന 3 അല്ലേ. അപ്പോൾ നമ്മൾ 3ൻ്റെ ഇത് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 5ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ 3rd ടേം അതാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 5 - 3 ചെയ്യുക. 5 - 3 എന്ന് പറയുന്നത് എന്താണ് 2. ഇവിടെ നേരത്തെ 4 ആയിരുന്നു, ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 2 ആണ്. അപ്പോൾ കുറഞ്ഞു വന്നേക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ 4നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് കിട്ടത്തില്ലല്ലോ. അപ്പോൾ 4നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടുമോ? കിട്ടും അല്ലേ. ഏതാ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. അപ്പം 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ടേം ചേഞ്ചിനെ എന്ത് തന്നെ ചെയ്യണം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 20 / 2 = 10. അപ്പോൾ നമ്മുടെ 5th ടേം എന്ന് പറയുന്നത്, 5th എന്ന് പറയുന്നത് നമുക്കറിയാം 3rd ടേമിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് 5th ടേം കണ്ടുപിടിക്കാനായിട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 3rd ടേം പ്ലസ് വരും അല്ലേ. പ്ലസ് നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്, പ്ലസ് 10 ആഡ് ചെയ്യണം. അതായത് നമ്മൾ ഈ താഴെ കണ്ടുപിടിക്കുന്ന ഈ ടേം ചേഞ്ച് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 3rd ടേം എന്ന് പറയുന്നത് 12 ആണ്. 12 + 10 = ആൻസർ എന്ത് വരും 22. ഇപ്പോൾ നമ്മുടെ 15th ടേം 72 ആണ്, 5th ടേം എന്ന് പറയുന്നത് 22 ആണ്. അടുത്തൊരു ചോദ്യം നോക്കാം. The 4th term of an arithmetic sequence is 81 and 6th term is 71. What is the 20th term? നമുക്കിവിടെ 4th ടേമും തന്നിട്ടുണ്ട്, 6th ടേമും തന്നിട്ടുണ്ട്. ഒരു സമാന്തര ശ്രേണിയുടെ 4ാം പദം 81ഉം 6ാം പദം 71ഉമാണ്. ഇതിലെ 20ാം പദം എന്താണ്? അപ്പോൾ നമുക്ക് തന്നേക്കുന്ന വെച്ച് ആദ്യം എഴുതുക. 4th ടേമും തന്നിട്ടുണ്ട്, 6th ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊസിഷൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ 6 - 4 എന്ന് കൊടുക്കുക. അപ്പോൾ 6 - 4 എത്രയാണ് വന്നേക്കുന്നത് 2. അപ്പോൾ പൊസിഷനാണ്, അത് ഇൻക്രീസസ് അല്ലേ. ഓക്കെ, ഇനി 4th ടേം ഇവിടെ എത്രയാണ് വന്നേക്കുന്നത് 81 ആണ്. 6th ടേം എത്രയാണ് വന്നേക്കുന്നത് 71, കുറഞ്ഞാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 6th ടേമിൽ നിന്ന് തന്നെ 4th ടേം കുറച്ച് എഴുതിയാൽ മതി അവിടെ. അതായത് 71 - 81. 71 - 81 ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത് -10 എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ഇത് നമുക്കിവിടെ ഡിക്രീസ് ആണ്, ഇവിടെ ഡിക്രീസ് ചെയ്തേക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോക്കുക. കണ്ടുപിടിക്കേണ്ടത് എന്താണ് 20th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4th ടേമും തന്നിട്ടുണ്ട്, 6th ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 6th ടേം എടുക്കുവാണെങ്കിൽ 20 - 6. അപ്പോൾ 20 - 6 എന്ന് പറയുമ്പോൾ എന്ത് വരും 14 അല്ലേ. അപ്പോൾ ഇവിടെ പൊസിഷൻ കൂടുവാണ് അല്ലേ. 20 - 6 എന്ന് പറയുമ്പോൾ 14 ആണ്. പിന്നെ ഇവിടെ നോക്കുക, ഇവിടെ 2 ആയിരുന്നു, ഇവിടെ എത്തിയപ്പോൾ എന്തായി 14. അപ്പോൾ 2 × ഏതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 14 കിട്ടുമോ 7 അല്ലേ. 2 × 7. അപ്പോൾ താഴെയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ടേം ചേഞ്ച് പദമാറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യണം 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കിവിടെ ടേം ചേഞ്ച് കിട്ടിയേക്കുന്ന -10 ആണ്. അപ്പോൾ -10 × 7. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും -70. ഓക്കെ, ഇനി നമുക്ക് 20th ടേം കണ്ടുപിടിക്കാം. അപ്പോൾ 20th ടേം =
അപ്പോൾ നമുക്ക് ഏത് ടേമിൽ നിന്നാണ് നമ്മളിവിടെ ചെയ്തേ 6 20 - 6 അല്ലേ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പം 6th ടേമിൽ നിന്ന് എങ്ങോട്ട് പോകണം 20th ടേമിലോട്ട് പോകണം അല്ലേ. അപ്പോൾ 6th ടേമിൽ നിന്ന് 20th ടേമിലോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടണം. 6th ടേമിൻ്റെ കൂടെ എന്ത് കൂട്ടണം 6th ടേം പ്ലസ് ഇതിൻ്റെ താഴെ എഴുതിയേക്കുന്ന ടേം ചേഞ്ച് പദമാറ്റം കൂട്ടണം. ഇവിടെ പദമാറ്റം എത്രയാണ് വന്നേക്കുന്നത് -70. ഇപ്പം -70 അവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ 6th ടേം എത്രയാണ് 71 ആണ്. ഇനി പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവാണ് വരുന്നത് അല്ലേ. ഇപ്പം -70. ഇപ്പോൾ 71 - 70 എത്ര വരും 1. സോ നമ്മുടെ 20th ടേം എന്ന് പറയുന്നത് എത്രയാണ് 1. പേജ് 21 പ്രോബ്ലം നോക്കാം. The third term of an arithmetic sequence is 15 and the 8th term is 35. What is its 13th term? What is its 23rd term? ഒരു സമാന്തര ശ്രേണിയിലെ 3-ാം പദം 15ഉം 8-ാം പദം 35ഉമാണ്. ശ്രേണിയിലെ 13-ാം പദം എന്താണ്? ശ്രേണിയിലെ 23-ാം പദം എന്താണ്? അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ആദ്യം എഴുതാം. നമുക്ക് 3-ാം പദം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 3-ാം പദം അല്ലെങ്കിൽ തേർഡ് ടേം എന്ന് പറയുന്നത് എത്രയാണ് 15 ആണ്. പിന്നെ 8th ടേം തന്നിട്ടുണ്ട് 8-ാം പദം എന്ന് പറഞ്ഞ് നമുക്ക് തന്നേക്കുന്നത് 35 ആണ്. അപ്പോൾ നമ്മൾ തന്നേക്കുന്ന ആദ്യം എഴുതി. ഇനി നമ്മൾ നോക്കിയേ പൊസിഷൻ ചേഞ്ച്. പൊസിഷൻ ഇവിടെ ഏതൊക്കെയാണ് 3ഉം 8ഉം. അപ്പോൾ സ്ഥാനമാറ്റം എന്ന് പറയുന്നത് നമ്മൾ 8ൽ നിന്ന് 3 കുറയ്ക്കുക. 8ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എന്ത് വരും 5. അപ്പോൾ ഇവിടെ ഇൻക്രീസസ് ആണ്, കൂടുവാണ് ചെയ്തേക്കുന്നത്. അടുത്ത ടേം ചേഞ്ച് പദമാറ്റം. അപ്പോൾ 8-ാം പദത്തിൽ നിന്ന് 3-ാം പദം കുറയ്ക്കുക. അപ്പോൾ 35ൽ നിന്ന് നമ്മൾ 15 കുറച്ചു. അപ്പോൾ എന്ത് വന്നു 20. അപ്പോൾ ഇവിടെയും 15ൽ നിന്ന് നേരെ 35ലോട്ടാണ് പോയേക്കുന്നത് അല്ലേ. 15ൽ നിന്ന് കൂടുക. അപ്പോൾ ഇവിടെ 20 ഇൻക്രീസസ്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞ് അടുത്ത നമ്മൾ നോക്കാം. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താ 13th ടേം കണ്ടുപിടിക്കണം. 13ാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. 13th ടേമാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 13th ടേമും 8th ടേം ഉപയോഗിച്ചാണ് നമ്മൾ 13th ടേം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിൽ നിന്നാണ് 13th ടേം കണ്ടുപിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ 13 - 8 ചെയ്യുക. ഇപ്പോൾ 13 - 8 ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് 5 വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 5 തന്നെയാണ്, ഇവിടെ 5 മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവിടെ മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഇവിടെ എന്താണോ കിട്ടിയത് അതങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ 20 തന്നെ, അതായത് 5 × 1 തന്നെയാണ്. അപ്പോൾ 20 × 1, അപ്പോൾ 20 തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് 13th ടേം കണ്ടുപിടിക്കാം. അതായത് ഒന്നാമത്തേൻ്റെ ആൻസർ 13ാം പദം അല്ലെങ്കിൽ 13th ടേം. നമ്മളിവിടെ ഏതുപയോഗിച്ചാണ് ചെയ്യേണ്ടത് 8th ടേം ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ 8th ടേം പ്ലസ് എന്ത് ചെയ്യണം താഴെ എഴുതിയേക്കുന്ന നമ്പർ, അതായത് ടേം ചേഞ്ച് പദമാറ്റം 20. ഓക്കെ, അപ്പോൾ നമ്മുടെ 8th ടേം എത്രയാണ് ഇവിടെ 35 ആണ്. അപ്പോൾ 35ൻ്റെ കൂടെ ആരെ കൂട്ടണം 20 കൂട്ടണം. അപ്പോൾ എന്ത് കിട്ടും 55. അപ്പോൾ നമ്മുടെ 13th ടേം എന്ന് പറയുന്നത് 55. ഇനി നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു 23ാം പദം 23rd ടേം അല്ലേ. അതായത് 23rd ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് 8-ാം പദത്തിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ 23 - 8 ചെയ്യുക. 23 - 8 നമ്മൾ 8-ാം പദത്തിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് 23ാം പദം കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം സ്ഥാനമാറ്റം അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച് എന്ന് പറയുന്നത് 23 - 8 ചെയ്യുക. 23 - 8 എന്ന് പറയുമ്പം നമുക്ക് 15 എന്ന് വരും. ഇനി നോക്കാം, ഇവിടെ ആദ്യം എന്താ തന്നേക്കുന്നത് 5 ആയിരുന്നു. അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾസിൽ നമുക്കറിയാം 15 ഉണ്ട് അല്ലേ. അതായത് 5 × 3. അപ്പോൾ ഇവിടെ × 3 ആണ് ചെയ്തേക്കുന്നതെങ്കിൽ ഈ ടേം ചേഞ്ച് ഈ താഴെ വന്നേക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം 20നെയും × 3 ചെയ്യണം. അപ്പോൾ 20 × 3 എന്ന് പറയുന്നത് എന്ത് വരും 60 അല്ലേ. അപ്പോൾ നമ്മുടെ സ്ഥാനമാറ്റം 15 ആണ്. അപ്പോൾ പദമാറ്റം 60. അപ്പം നമ്മുടെ രണ്ടാമത്തേൻ്റെ 23rd ആണ് അല്ലേ. അതായത് 8ൽ നിന്നാണ് 23ലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടുവാണോ കുറയ്ക്കുവാണോ ചെയ്യേണ്ടത് കൂട്ടണം. അപ്പോൾ 23rd ടേം എന്ന് പറയുന്നത് 8th ടേമിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം ഈ താഴെ കിട്ടിയേക്കുന്നത്. ഇപ്പോൾ നമുക്ക് താഴെ എത്ര കിട്ടിയേക്കുന്നത് 60 അല്ലേ. അപ്പോൾ ആ 60 കൂട്ടണം. ഇനി 8th ടേം എന്ന് പറയുന്നത് എന്തായിരുന്നു 35. അപ്പോൾ 35 + 60 = എന്ത് വരും 95. Second question. The fifth term of an arithmetic sequence is 21 and ninth term is 41. What is its first term? What is its third term? ഒരു സമാന്തര ശ്രേണിയിലെ 5-ാം പദം 21ഉം 9-ാം പദം 41ഉമാണ്. ശ്രേണിയിലെ ആദ്യത്തെ പദം എന്താണ്? ശ്രേണിയിലെ 3-ാം പദം എന്താണ്? അപ്പോൾ നമുക്ക് ആദ്യം തന്നേക്കുന്ന ഒന്ന് എഴുതാം. നമുക്ക് തന്നേക്കുന്ന എന്തൊക്കെയാണ് 5th ടേം തന്നിട്ടുണ്ട് അല്ലേ. 5th ടേം എന്ന് പറയുന്നത് 21ആണ്. 9th ടേം എന്ന് പറയുന്നത് 41ആണ്. അപ്പോൾ നമ്മൾ ചോദ്യം തരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, 5ൽ നിന്ന് 9ലോട്ടാണ്. അപ്പോൾ 21ൽ നിന്ന് 41ലോട്ടാണ് കൂടിയേക്കുക അല്ലേ.
അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം സ്ഥാനമാറ്റം. ഇവിടെ സ്ഥാനം 5 9 അല്ലേ, അപ്പോൾ നമ്മൾ 9 മൈനസ് 5 9 മൈനസ് 5 ഈസ് ഈക്വൽ ടു 4 ഇൻക്രീസസ് ആണ്. ഓക്കെ, ഇനി ടേം ചേഞ്ച് 9th ടേമിൽ നിന്ന് 5th ടേം കുറയ്ക്കുക 41 മൈനസ് 21. അപ്പോൾ നമ്മുടെ പദമാറ്റം അല്ലെങ്കിൽ ടേം ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് 20. ഇതും ഇൻക്രീസസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം, ആദ്യത്തെ പദം എന്താണ്, ആദ്യ പദം എന്താണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒന്നാം പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം അല്ലേ കണ്ടുപിടിക്കേണ്ടേ, അപ്പോൾ അതിനോടടുത്ത് നിൽക്കുന്നത് 5th ടേം അല്ലേ, അപ്പോൾ നമ്മൾ 5th ടേം ഉപയോഗിച്ചാണ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ 5 മൈനസ് 1 5 മൈനസ് 1 എത്ര വരും 4. അപ്പോൾ ഇവിടെ കുറയുക അല്ലേ, നമുക്ക് ഡിക്രീസസ് ആണ് അവിടെ വരുന്നത്, പുറകിലോട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ 5 മൈനസ് 1 എന്ന് എഴുതി. അപ്പോൾ ഇപ്പോൾ എത്ര കിട്ടി 4. അപ്പോൾ ഇവിടെ 4 ആണെങ്കിൽ താഴെ എന്ത് തന്നെയാണ് 20 തന്നെയാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ 4 ഇൻക്രീസ് ആണ്, താഴെ 20 ഇൻക്രീസ് ആണ്. അപ്പം ഇവിടെ 4 ഡിക്രീസ് ആണെങ്കിൽ 20 എന്തായിരിക്കും കുറയണം അല്ലേ, 20 ഡിക്രീസ്. ഇത് ഓർത്തിരുന്നില്ലെങ്കിലും ഈ ഒരു കാര്യം ഓർത്താൽ മതി. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും 20 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് 5ാമത്തെ ടേമിൽ നിന്നാണ് ഫസ്റ്റ് ടേമിലോട്ട് വരണ്ടേ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 5ാമത്തെ ടേമിൽ നിന്ന് എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ 5th ടേം മൈനസ് എന്താ കുറയ്ക്കണ്ടേ, നമ്മുടെ ഇവിടെ ടേം ചേഞ്ച് പദമാറ്റം, അവിടെ ഇതെവിടെ എത്രയാണ് കിട്ടിയേക്കുന്നത് 20. അപ്പോൾ ആ 20 കുറയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5th ടേം മൈനസ് 20. ഓക്കെ, ഇപ്പോൾ 5th ടേം എന്ന് പറയുന്നത് എത്രയായിരുന്നു 21. ഇപ്പോൾ 21 മൈനസ് 20 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്മുടെ ശ്രേണിയിലെ 3ാം പദം, വാട്ട് ഈസ് ദ തേർഡ് ടേം. തേർഡ് ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തേർഡ് ടേമിൻ്റെ അടുത്ത് വന്നേക്കുന്നത് ആര് തന്നെയാണ് 5th ടേം അല്ലേ. അപ്പോൾ നമുക്കിവിടെ 5 മൈനസ് 3, അപ്പോൾ 5ൽ നിന്നാണ് നമ്മൾ 3 കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ടാണ് 5 മൈനസ് 3 ചെയ്യേണ്ടത്. അപ്പോൾ 5 മൈനസ് 3 എത്രയാണ് 2 ആണ് വരുന്നത് അല്ലേ. ഇവിടെ 4 ആയിരുന്നു, ഇവിടെ ഇപ്പോൾ എത്രയായി നമുക്ക് 2 കുറഞ്ഞേക്കുക അല്ലേ. അപ്പോൾ നമുക്കിവിടെ 2 കണ്ടുപിടിക്കണമെങ്കിൽ ഈ 4നെ നമ്മൾ ഒന്നെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കൂടുതലാണെങ്കിൽ ഈ കിട്ടിയേക്കുന്ന നമ്പറിൻ്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടുമെന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ കുറഞ്ഞാണ് വന്നേക്കുന്നത്, അപ്പോൾ നമ്മളത് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടുമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്, അപ്പോഴാണ് നമുക്ക് 2 കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ 4ൻ്റെ പകുതിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 20ൻ്റെ എന്ത് ചെയ്യണം, പകുതി എടുക്കണം. ഇവിടെ നിന്ന് 20 മാറി 20 ബൈ 2 ആകും. അപ്പോൾ എത്രയായി 10 ആയി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 5th ടേമിൽ നിന്നാണ് ഈ ചെയ്തേക്കുന്നത്. അപ്പോൾ തേർഡ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം, തേർഡ് ടേം എന്ന് പറയുമ്പോൾ 5th ടേമിൽ നിന്ന് കൂട്ടുവാണോ നമ്മൾ കുറയ്ക്കുവാണോ ചെയ്യേണ്ടത്. നമുക്കിവിടെ 5 കഴിഞ്ഞിട്ടല്ല, 5ന് മുമ്പെയാണ് 3 വന്നേക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മുടെ തേർഡ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 5th ടേമിൽ നിന്ന് എന്ത് ചെയ്യണം, കുറയ്ക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയേ 5th ടേം മൈനസ് എന്താ കുറയ്ക്കേണ്ടത്, ഈ ടേം ചേഞ്ച് പദമാറ്റമാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. 10 എന്നുള്ളത് കുറയ്ക്കുക. അപ്പോൾ നമ്മുടെ 5th ടേം എന്ന് പറയുന്നത് എന്തായിരുന്നു 21. അപ്പോൾ 21 മൈനസ് 10 ചെയ്യുക. 21 മൈനസ് 10 എന്ന് പറയുന്നത് 11. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്, തേർഡ് ടേം എന്ന് പറയുന്നത് 11. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ദ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 61 ആൻഡ് 7th ടേം ഈസ് 31. വാട്ട് ഈസ് ഇറ്റ്സ് 10th ടേം, വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം. ഒരു സമാന്തര ശ്രേണിയിലെ 4ാം പദം 61ഉം 7ാം പദം 31ഉമാണ്. ശ്രേണിയിലെ 10ാം പദം എന്താണ്, ശ്രേണിയിലെ ആദ്യത്തെ പദം എന്താണ്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ആദ്യം എഴുതാം. നമുക്ക് തന്നേക്കുന്നത് 4th ടേം ആണ്. 4th ടേം ഈസ് ഈക്വൽ ടു 61. ദെൻ 7th ടേം ഈസ് ഈക്വൽ ടു 31. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകും, 4ൽ നിന്ന് 7ലോട്ട് പോകുമ്പം ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്, കുറഞ്ഞേക്കുവാണ് അല്ലേ. ഓക്കെ, നമുക്ക് ആദ്യം പൊസിഷൻ ചേഞ്ച് നോക്കാം. സ്ഥാനമാറ്റം 7 മൈനസ് 4. അപ്പോൾ 7 മൈനസ് 4 എന്ന് പറയുമ്പം നമുക്ക് എന്ത് വരും 3, അത് കൂടുവാണ് ചെയ്തേക്കുന്നത്. ഇനി ടേം ചേഞ്ച് പദമാറ്റം 7th ടേമിൽ നിന്ന്, അതായത് 31 മൈനസ് 61 ചെയ്യുക. 31 മൈനസ് 61 എന്ന് പറയുമ്പം മൈനസ് 30. അപ്പോൾ നെഗറ്റീവ് വരുമ്പോഴേ ഓർത്തോണം അത് ഡിക്രീസ് ആണ്, അവിടെ കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ 10th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. 10th ടേം നമ്മൾ 7th ടേമിൽ നിന്നാണ് 10th ടേം കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ 10 മൈനസ് 7 ആ പൊസിഷനാണ് എഴുതുന്നത്. 10 മൈനസ് 7 ഈസ് ഈക്വൽ ടു 3 തന്നെയാണ്. ഈ എഴുതിയേക്കുന്നത് തന്നെയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പം ഈ താഴെ എഴുതിയേക്കുന്ന ടേം ചേഞ്ചിന് മാറ്റമുണ്ടോ, ഇല്ല, അതും അത് തന്നെ. അപ്പോൾ മൈനസ് 30. അപ്പോൾ നമ്മുടെ ഒന്നാമത്തേൻ്റെ ആൻസർ, അതായത് 10ാം പദം 10th ടേം എന്ന് പറയുന്നത്, ഇപ്പോൾ 7th ടേമിൽ നിന്നാണ് 10th ടേമിലോട്ട് നമ്മൾ പോകേണ്ടത്. അതായത് 7th ടേമിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം അല്ലേ. ഇപ്പോൾ 7th ടേം പ്ലസ്
ഇനി എന്താ പ്ലസ് ചെയ്യേണ്ടത്? നമ്മുടെ ടേം ചേഞ്ച് എത്രയാണ്? -30. ഓക്കെ, 7th ടേം എന്ന് പറയുന്നത് 31 ആയിരുന്നു. 31 പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് 30. 31 - 30 എന്ന് പറയുമ്പം 1. സോ നമ്മുടെ 10th ടേം എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്, ഫസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ നമുക്ക് 4th ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ 4 - 1 ചെയ്യുക. 4 - 1 = 3. ഇപ്പോഴും നമുക്ക് 3 തന്നെയാണ്. അപ്പോൾ താഴത്തേന് മാറ്റം ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ പൊസിഷൻ ചേഞ്ച് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ടേം ചേഞ്ച് എന്ത് തന്നെയാണ്? -30 തന്നെ. അപ്പോൾ നമ്മൾ 4th ടേമിൽ നിന്നാണ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 4th ടേം നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലേ? കൂട്ടുവാണോ അവിടെ ചെയ്യേണ്ടത്? അല്ല, കുറയ്ക്കണം. അപ്പോൾ 4th ടേം മൈനസ്, ഇനി ഇവിടെ എന്തായിരുന്നു ടേം ചേഞ്ച്? എന്താ പദമാറ്റം എന്ന് പറയുന്നത്? -30 ആണ്. -30 = 4th ടേം എന്ന് പറയുന്നത് 61. ഇനി ഇവിടെ നെഗറ്റീവും വന്നിട്ടുണ്ട് അല്ലേ? നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഇപ്പോൾ 30. ഇപ്പോൾ 61 + 30 എന്ന് പറയുമ്പം നമ്മുടെ ആൻസർ എന്ത് വരും? 91. അപ്പോൾ ഇവിടെ ഓർത്തോണം, നമ്മൾ അതിൻ്റെ പുറകിലോട്ട് പോകുന്തോറും അതെങ്ങനെയായിരിക്കും? കൂടി വരും. അപ്പോൾ ഫസ്റ്റ് ടേം 91 ആണ്, 10th ടേം 1 ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ 61 ആണ് 4th ടേം, ബാക്കി കുറഞ്ഞാണ് വരുന്നത്. അപ്പം നമ്മുടെ 10th ടേം 1ഉം ഫസ്റ്റ് ടേം 91. അടുത്ത ക്വസ്റ്റ്യൻ, ദ 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 10 ആൻഡ് 10th ടേം ഈസ് 5. വാട്ട് ഈസ് ഇറ്റ്സ് 15th ടേം? വാട്ട് ഈസ് ഇറ്റ്സ് 25th ടേം? ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം 10ഉം 10ാം പദം 5ഉമാണ്. ശ്രേണിയിലെ 15ാം പദം എന്താണ്? ശ്രേണിയിലെ 25ാം പദം എന്താണ്? അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ആദ്യം എഴുതാം. നമുക്ക് തന്നേക്കുന്ന എന്താ? ഒന്ന് 5th ടേം തന്നിട്ടുണ്ട് അല്ലേ? 5th ടേം = 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ 10th ടേം എന്ന് പറയുന്നത് 5 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, 5ാം പദത്തിൽ നിന്ന് 10ാം പദത്തിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ കുറഞ്ഞാണ് വന്നേക്കുന്നത്, അതായത് ടേംസ് കുറഞ്ഞാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പൊസിഷൻ ചേഞ്ച് നോക്കാം. 10 - 5 = 5. ഇനി പദമാറ്റം, ടേം ചേഞ്ച്. 10ാം പദത്തിൽ നിന്നും 5ാം പദം കുറയ്ക്കുക, അതായത് 5 - 10. 5 - 10 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരേണ്ടത്? അവിടെ -5 -5 ആണ് വരുന്നത്. ഇത് കുറയുവാണ്, ഇത് കൂടുവാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 15th ടേം ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ 10th ടേമിൽ നിന്ന് നമുക്ക് 15th ടേം കണ്ടുപിടിക്കാം. അപ്പോൾ ഏതിൽ നിന്നാണോ കണ്ടുപിടിക്കുന്നത് അതാണ് നമ്മൾ കുറയ്ക്കുന്നത് അവിടെ. അപ്പോൾ 15 - 10. 15 - 10 എന്ത് തന്നെയാണ്? 5. അപ്പോൾ മുകളിൽ എന്ത് തന്നെയാണ്? അത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയേക്കുന്നത്. അപ്പോൾ താഴെ എന്ത് തന്നെയായിരിക്കും? -5. അപ്പോൾ നമ്മുടെ 15th ടേം എന്ന് പറയുന്നത് 15th ടേം = ഏതിൽ നിന്ന് നമ്മൾ ചെയ്തേക്കുന്നത്? 10th ടേമിൽ നിന്ന് അല്ലേ? അപ്പോൾ 10th ടേം നമുക്കറിയാം 10ൽ നിന്ന് 15ലോട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ കൂട്ടണം അല്ലേ? അപ്പോൾ 10th ടേം പ്ലസ് എന്താ കൂട്ടണ്ടേ? ഈ -5 -5 നമ്മളവിടെ കൂട്ടണം. ഇനി 10th ടേം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 5. അപ്പോൾ 5 പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് 5. 5 - 5 = 0. സോ നമ്മുടെ 15th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 0. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 25th ടേം ആണ്. കണ്ടുപിടിക്കേണ്ടത് ഏതായിരുന്നു? 25th. അതും നമുക്ക് 10th ടേമിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ 25 - 10. അപ്പോൾ 25 - 10 എന്ന് പറയുമ്പോൾ എത്ര വരും? 15. ഇനി നോക്കുക, 5ൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ 5ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 15 വരുന്നത്? 5 × 3. അപ്പോൾ ഇവിടെ × 3 ചെയ്തെങ്കിൽ താഴെയും എന്ത് ചെയ്യണം? × 3 ചെയ്യണം അല്ലേ? അപ്പോൾ താഴെ -5 ആയിരുന്നു. അപ്പോൾ -5 × 3 = എന്ത് വരും? -15. സോ നമ്മുടെ രണ്ടാമത്തേൻ്റെ ആൻസർ, അതായത് 25th ടേം. 25th ടേം എന്ന് പറയുന്നത് 10th ടേമിൻ്റെ കൂടെ 10th ടേമിൽ നിന്ന് 25th വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം അല്ലേ? അപ്പോൾ 10th ടേം പ്ലസ് എന്ത് കൂട്ടണം ഇവിടെ? -15. അതായത് പദമാറ്റം ഇവിടെ നമുക്ക് -15 ആണ്, അതാണ് കൂട്ടേണ്ടത്. അപ്പോൾ 10th ടേം എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 + -15. അപ്പോൾ പ്ലസ് മൈനസ് ആകുമ്പോൾ എന്താകും? മൈനസ് വരും അല്ലേ? അപ്പോൾ 5 - 15 = -10. സോ നമ്മുടെ 25th ടേം എന്ന് പറയുന്നത് -10 ആണ്. ഇവിടെ കുറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ 25th ടേം എന്ന് പറയുന്നത് എത്രയാണ്? -10. ഇന്ന് പഠിപ്പിച്ച പ്രോബ്ലംസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.